നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞാൻ ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം ഭാര്യ മഞ്ജുഷ ചിരിക്കുന്നത് കണ്ടിട്ടേ ഇല്ല ഇത്രയും കാലമായിട്ട്. ഇന്ന് നിരഞ്ജനയ്ക്ക് നിരഞ്ജനയ്ക്ക് ജോലി കിട്ടിയപ്പോൾ എങ്കിലും അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വൃഥാവിലായി. ഇന്ന് മകൾക്കൊരു നേരിയ പുഞ്ചിരിയുണ്ട്. കാരണം മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരുടെ അടുത്ത് നിൽക്കുവാണ്. ആ ചിത്രത്തിൻ്റെ അരികിൽ നിൽക്കുന്ന മഞ്ജുഷ ചിരിക്കുന്നില്ല. എത്രമാത്രം ആഘാതം ആ മരണം ആ മഞ്ജുഷ എന്നൊരു സ്ത്രീക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മരണം മനുഷ്യന് സംഭവിക്കാം. നവീൻ ബാബു അദ്ദേഹം സുഖമില്ല കടന്ന ഒരാളൊന്നുമല്ല, അപ്രതീക്ഷിതമാണ്. ട്രെയിനിൽ അദ്ദേഹം വരുന്നത് കാത്ത് വീട്ടുകാരിയ്ക്കുമ്പോഴാണ് കാലം സാധാരണ മുറിവുകൾ ഉണക്കാറുണ്ട്. പക്ഷെ ആ മുറിവ് ഉണക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. എന്തായാലും ആ നവീൻ ബാബു എന്ന ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ്റെ ഓർമ്മകൾ പേറി നടക്കുന്ന മഞ്ജുഷയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു പ്രതിഫലമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. മകൾക്ക് ജോലി കൊടുത്തത്, അതും ഗസറ്റ് റാങ്കാണെന്ന് തോന്നുന്നു. കാരണം ഭക്ഷ്യ മറ്റേ ഇതാണ് ഫുഡ് ഓഫീസർ, ഫുഡ് ഇൻസ്പെക്ടറാണ്. അത് നല്ല ഉയർന്ന പദവിയാണ്. എന്തായാലും നിരഞ്ജനയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ആ നിരഞ്ജനെ അഭിനന്ദനം അറിയിച്ച് നമുക്ക് തുടങ്ങുന്നതായിരിക്കും ഉചിതം. തീർച്ചയായും. കാരണം നമ്മൾ ആ വിഷയത്തിൽ നവീൻ ബാബു വിഷയത്തിൽ നമ്മൾ വളരെ സജീവമായ എല്ലാ കാര്യങ്ങളും പുറത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുള്ളത്. ആ കുടുംബത്തോട് നമുക്കൊരു വലിയ അനുഭാവമുണ്ട്. അവർക്ക് കുടുംബത്തിന് കിട്ടിയ ഒരു താൽക്കാലിക ആശ്വാസമാണ്. അവർക്ക് ആശ്വാസം കിട്ടണമെങ്കിൽ കൊലയാളികൾ ജയിലിലാവണം, അത്യധികമായി ജയിലിലാവണം. അത് മാത്രമല്ല, അതൊരു പി ദിവ്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ലല്ലോ. പി ദിവ്യ മാത്രമല്ല, പി ദിവ്യ ഒരു കണ്ണി മാത്രമാണ്. ഇഷ്ടം പോലെ അതിൽ ആൾ കാണുമല്ലോ. ഇത് മൊത്തം ദുരൂഹതയാണല്ലോ. എന്താണ് അടിമുടി ദുരൂഹതയാണ്. അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാൻ പറ്റൂ. പിന്നെ ഞാൻ ഇന്നൊരു ചെറിയ വാർത്ത, ഷക്കീലയുടെ അത് സത്യമുള്ളതാണോ? അവർ നിരന്തരം മൊബൈൽ 4 മണിക്കൂർ വരെ ഉപയോഗിച്ചിട്ട് അവർ കഴുത്തിൽ അവസാനം പ്രശ്നം. അത് പൂർണ്ണമായ സത്യമാണെന്ന് അറിയില്ല. ഇങ്ങനൊരു വാട്സാപ്പിലൂടെ കണ്ടതാണ്, വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അങ്ങനെയാണെങ്കിൽ, അതായത് അവർ തെറ്റായ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഉപയോഗിച്ചവരുടെ ഞരമ്പ് ഇങ്ങനെ കിടന്നുകൊണ്ട് ഇങ്ങനെ മൊബൈൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ആയിരിക്കും. അങ്ങനെ ഞാനത് വെരിഫൈ ചെയ്തിട്ടില്ല. ഒരു പോസ്റ്റ് കണ്ടു, അതുകൂടി നമ്മൾ കൂട്ടത്തിൽ പറഞ്ഞിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളിലേക്ക്. ഒന്ന്, പതിവ് പോലെ ബുധനാഴ്ച നമ്മുടെ ഈ ന്യൂജൻ്റെ വാക്കുപയോഗിച്ച് നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്തായാലും വി.ഡി. സതീശൻ പതിവ് പോലെ ഈ ക്യാപ്സ്യൂൾ നിർമ്മാതാക്കളുടെ ഫാക്ടറിയിൽ ഒരിക്കൽ കൂടി ബോംബിട്ടു. അതായത് ഒരാഴ്ച മുഴുവൻ ക്യാപ്സ്യൂൾ നിർമ്മിക്കുക. ഇന്നലെ തമാശ ഉണ്ട്. ഇന്നലെ സോഷ്യൽ മീഡിയ ചോദ്യമുണ്ട്, എവിടെ പോയി MDMA സെഷന് പിടിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ടോ. ഇന്നലെ അവധിയാണെന്നുള്ള കാര്യം പോലും അമ്മമാർക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. അതായത് ഒരാഴ്ച കാലം മുഴുവൻ ഇവർ ക്യാപ്സ്യൂൾ നിർമ്മിക്കും. വളരെ മത്സരിച്ച് ക്യാപ്സ്യൂൾ നിർമ്മിക്കും. എന്നിട്ട് ഈ ക്യാപ്സ്യൂളൊക്കെ കുറച്ച് വെളിയിലേക്ക് വിട്ടിട്ട് ഇതിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ഫാക്ടറിയിലേക്ക് ബുധനാഴ്ച ദിവസം വന്ന് ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞ ഇന്നലെ പത്രസമ്മേളനം നടന്നില്ല, വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. എന്താ ഒരു പെർഫോമൻസ് ആയിരുന്നു. അല്ല, പുള്ളി ഇത്ര ഞെട്ടിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോഴൊക്കെ ഇന്നൊക്കെ തന്നെ നമ്മൾ കരുതിയിരുന്നത് ഇവർ ഇന്ന് ഈ ട്രീ കട്ടർ പരിപാടി ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ മറ്റേ MDMA കേസ് പിടിച്ചത് കുത്തിപ്പൊക്കി അവരെല്ലാവരും കൂടെ ആഘോഷമാക്കുമെന്നാണ്. പക്ഷെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമാണ്, പിന്നെ ഈ ഉപചോദ്യം ഇല്ല. അതായത് വി.ഡി. സതീശൻ പറഞ്ഞത് എന്താണ്? എനിക്കറിയാം, ഈ 2 പിള്ളേരെ എനിക്കറിയാം, അവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്, അവരെന്നെ കാണാൻ വന്നിട്ടുണ്ട്, ഞാൻ അവരിൽ ഒരാളുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ അവരോട് ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതിന് സാഹചര്യം എന്താണോ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതിൽ ഒരു ചെറുപ്പക്കാരനെ അതിഭീകരമായ രീതിയിൽ മുഖ്യമന്ത്രിയുടെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് പ്രതിഷേധം നടത്തിയെന്ന് പറഞ്ഞ് ഭീകരമായി തല്ലിച്ചതച്ചിരുന്നു. അപ്പോൾ പ്രസ്ഥാനത്തിന് വേണ്ടി മർദ്ദനമേറ്റ ഒരാളെന്നുള്ള നിലയിൽ ഒന്ന് പോയി കാണണം എന്ന് പലരും പറഞ്ഞു. പാർട്ടി പ്രവർത്തകർ പറഞ്ഞു, വീട്ടിൽ പോയി കണ്ടു. മാത്രമല്ല വന്നു. നോക്കൂ, അയാൾ വി.ഡി. സതീശൻ അയാളെ കാണും. ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം, വി.ഡി. സതീശനുമായി നിരവധി ഫോട്ടോകളുള്ള 2 ചെറുപ്പക്കാർ, അതിലൊരാളോ 2 പേരാണോ നിരവധി ബന്ധമുള്ളതെന്നറിയില്ല, ഒരാൾ ഈ 2 പേരെ പിടിച്ചു. അതിലൊരാൾ നിരന്തരം ബന്ധമുള്ള ആളാണ്. ആ ബന്ധമുള്ള ആൾ പിടിച്ചതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ദേശാഭിമാനിയുടെ ഇന്നലത്തെ പ്രധാന വാർത്ത, ദേശാഭിമാനിയുടെ ഇന്നലത്തെ തലക്കെട്ടെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി മരുന്ന് മാഫിയ എന്നാണ് വന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്ത് ബന്ധം? ഇത് രസം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വൈകുന്നേരം പിണറായി വിജയൻ ഇട്ട പോസ്റ്റ് നോക്കണം. ആ പോസ്റ്റിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് സ്വയം അവകാശപ്പെടുന്നതെന്ന് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. സ്വയം അവകാശപ്പെട്ടാണ്. അപ്പോൾ അവർക്ക് പിടികിട്ടി. അല്ല, കള്ളം പറയാൻ പറ്റില്ലല്ലോ. ഇതുവരെ ദേശാഭിമാനം എഴുതിയിരുന്ന എന്താണ്? മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, ലഹരി മരുന്ന് മാഫിയ തലവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിണറായി വിജയൻ തന്നെ തിരുത്തി
സ്വയം അവകാശപ്പെടുന്നത് അത് സത്യമാണ്. അല്ല, പിണറായി വിജയൻ അത്തരം കാര്യങ്ങളിൽ നമ്മൾ അംഗീകരിക്കുക എന്തായാലും അങ്ങനെ ചെയ്തല്ലോ. എന്താ എന്നെ ഇന്നൊരാൾ വിളിക്കുകയാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്, വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടോ എനിക്ക് അടുപ്പമുള്ള ആളാണ്, എന്തുകൊണ്ടാണ് ആൾ അങ്ങനെ സംസാരിച്ച് എനിക്ക്, കാരണം ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ല, എനിക്ക് സ്നേഹവും ഇഷ്ടമുള്ള, എന്നോട് ഇഷ്ടമുള്ളതാണ്, സ്മോളാണെന്ന് തോന്നുന്നു. എടോ ഞാൻ നാട്ടിൽ വന്നിരുന്നു, നാട്ടിൽ തന്നെ വി ഡി സതീശൻ വിളിച്ചു. ഞാൻ പറഞ്ഞു പരിചയം, പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ല പരിചയമുണ്ട്. അപ്പം കുറേ നേരം എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അതിശയമൊന്നുമില്ല, മുഖ്യമന്ത്രി ആരും വിളിക്കുക, എന്ത് സഹായം വേണം ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് അതിശയം. പക്ഷേ അടുത്ത 2 ഡയലോഗ് എന്നെ അതിശയിപ്പിച്ചു. എസ്കോർട്ട് വേണമെങ്കിൽ ഞാൻ 10-16 വണ്ടി തരാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്ന് പറഞ്ഞു. ഏത് ഈ മനുഷ്യന്, ഞാൻ എത്ര വലിയ ആളാണെങ്കിലും മുഖ്യമന്ത്രി സ്വയം അങ്ങനെ ഓഫർ ചെയ്യത്തില്ല, നമുക്കൊക്കെ പറയാം. നമുക്കറിഞ്ഞൂടേത് അദ്ദേഹം തന്നെ എസ്കോർട്ട് എടുക്കാൻ പറഞ്ഞാൽ അല്ലെ, ഇതിനും വേണ്ടി 16 വണ്ടി എസ്കോർട്ട് എടുക്കേണ്ട ആവശ്യം തോന്നുന്നു. അതെ. അതുപോലെ തന്നെ രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മാസവും ഒന്നെങ്കിലും വിളിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഷാജസ്കറിയായിട്ട് വളരെ അടുപ്പമാണെന്ന്. എന്നിട്ടാണോ നിങ്ങൾ ഇതുവരെ കോണ്ടാക്ട് ചെയ്യായിരുന്നെന്ന് ചോദിച്ചു. 3 കാര്യങ്ങൾ എന്നെ അതിശയിപ്പിച്ചു. ഞാൻ അദ്ദേഹത്തോട് സ്നേഹമുള്ള വ്യക്തി ആയതുകൊണ്ടും അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് അതിശയമുള്ളതുകൊണ്ടും ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ പോയില്ല. പക്ഷേ ഇങ്ങനെ സ്വയം അവകാശപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, ഇഷ്ടം പോലെ. ഈ നമ്മൾ പ്രധാനപ്പെട്ട ആൾ വരുമ്പോൾ തന്നെ മരണ വീട്ടിലാണെന്നുള്ള മര്യാദ പോലും കാണിക്കാതെ ചാടി എഴുന്ന സെൽഫി എടുക്കാൻ നടക്കുന്ന എത്ര പേര്. അല്ല, അത് ഞാൻ പോലും നേരിടുന്ന പ്രതിസന്ധി ആണ്. അതെന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഈ മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസവും മുക്കൂട്ടുതറ കൊണ്ടാട്ടപ്പച്ചൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ മരിച്ചുപോയി. ഈ കൊണ്ടാട്ടപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ മുക്കൂട്ടുതറയിലെ ആദ്യകാല വ്യാപാരിയാണ്. അന്ന് ഞങ്ങൾ ഈ മുക്കൂട്ടുതറ എന്ന് പറയുന്നത്, ഈ മുക്കൂട്ടുതറ എന്ന് വലിയൊരു വ്യാപാര കേന്ദ്രമായിരുന്നു. എന്ന് വെച്ചാൽ മലയോര പ്രദേശങ്ങളുടെ മേജർ ടൗൺ. ഇപ്പം ഞങ്ങളുടെ അത് മലഞ്ചരക്ക് മൊത്തം അവിടെ മറ്റേ, അതായത് അക്കാലത്തെന്ന് പറഞ്ഞാൽ ഈ തിലാപ്പള്ളി, അതായത് ഇപ്പം ശബരിമല വഴിയുണ്ടല്ലോ ഇപ്പോഴത്തെ, അന്നത് വഴിയില്ലല്ലോ. അപ്പോൾ ഈ കണമല എന്ന് പറഞ്ഞ സ്ഥലത്ത് തീരുവാണ്. പിന്നെ അങ്ങോട്ട് മൂക്കമ്പട്ടി, തിലാപ്പള്ളി, കിശുമം, മറ്റേ എഴുകും വയൽ, അന്ന് എഴുകും വയൽ, അതുപോലെ എന്താണ് പറയണത്, ഇപ്പം ഏഞ്ചൽ വാലി എന്ന് പറയും. പണ്ട് ചെകുത്താൻ തോടുന്നായിരുന്നു എൻ്റെ പേര്, അതാണ് പിന്നെ ഏഞ്ചൽ വാലി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഭാഗത്ത്. അവിടെ മുക്കൂടത്തിനപ്പുറം മുട്ടപ്പള്ളി, പണ്ട് പോലെയുള്ള സ്ഥലം മുട്ടപ്പള്ളി, ഞങ്ങളുടെ എരിമേലി, ഇടകടത്തി, ഈ ഭാഗത്തെ എല്ലാം പ്രധാനപ്പെട്ട ടൗൺ മുക്കൂടത്തറയാണ്. ഈ ഭാഗത്തു നിന്നെല്ലാം ഇപ്പോൾ ഉദാഹരണത്തിന് കൊട്ട നെയ്ത ആളുകൾ, ഞാനൊക്കെ രാവിലെ ചെല്ലുമ്പം ഈ ഹരീശ്രീ എന്ന് പറഞ്ഞ ബസ് നിറച്ച് തലമണ്ട മുഴുവൻ കൊട്ടയാണ്. ഞങ്ങൾ നെടുമങ്ങാടും അങ്ങനെയാണ്, ഈ മലഞ്ചരക്ക് വ്യാപാരം റേഡിയോയിൽ പറയുമല്ലോ, കമ്പോള നിലവാരം നെടുമങ്ങാടെന്ന് പറയുമായിരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നു മറ്റേ ആളുകൾ. പിന്നെ റബ്ബർ ഷീറ്റ്, പാക്ക്, തേങ്ങ ഒക്കെ വരുന്നു. ഈ മുക്കൂട്ടർ ചന്തയാണ്. എന്നിട്ട് ചന്തയിൽ നമ്മൾ സാധനം മേടിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനത്തെ ഒരു കൾച്ചറുണ്ട്. അപ്പം അവിടെയുള്ള ഏറ്റവും വലിയ വ്യാപാരിയായിരുന്നു കൊണ്ടാട്ടപ്പച്ചൻ. അപ്പം ചേട്ടൻ പിന്നെ ഒരു ആക്സിഡൻ്റായിട്ട് കാലൊക്കെ മരിച്ചു. പിന്നെ കച്ചവടമൊന്നും ഇല്ല ഇപ്പം. പിന്നെ പ്രധാനപ്പെട്ട അവിടുത്തെ മുക്കൂട്ടറെ ഏറ്റവും വലിയ കുടുംബക്കാരാണ് കൊണ്ടാട്ടുകാരന്. അപ്പം ചേട്ടൻ മരിച്ചുപോയി. ഞാൻ നാട്ടിൽ പോയിട്ട് വരും സമയത്ത് ഞാൻ അവിടെ കയറി. ഈ അവിടെ ചെന്ന് അപ്പഞ്ചേട്ടനെ നമ്മൾ അന്ത്യാഞ്ജലി അർപ്പിച്ചിട്ട് ഇറങ്ങുമ്പോഴും ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് സെൽഫി എടുക്കുമ്പോൾ നമുക്കൊരു ചമ്മല. അത് ഇടയ്ക്ക് അത് ഒരു വലിയ പ്രമുഖൻ വീഡിയോ കണ്ടിരുന്നു. ഒരാൾ സെൽഫി എടുക്കാൻ അദ്ദേഹം പറയുന്നത് ഇത് മരണ വീടല്ലേ എന്ന് അയാൾ. അവർക്ക് പറയാം പ്രമുഖരാ, നമ്മൾ പ്രമുഖരില്ലാത്ത നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ അതിനെ അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അങ്ങനെ പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയാണ് മുഖ്യമന്ത്രി. ആരുടെ കൂടെ പടം എടുക്കും? അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിങ്ങൾ കയറി ചെല്ലൂ. നിങ്ങൾ കയറി ചെന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം പടം എടുക്കാൻ അനുവദിക്കും. അവിടെ ഫോട്ടോഗ്രാഫറുണ്ട്. എല്ലാവരും പടം എടുത്തത് നിരന്തരം എല്ലാവരും ഇടുന്നുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ അത്തരം അവകാശവാദങ്ങളൊക്കെ ഇവിടെ പലരും ഉണ്ടാക്കുക. ഒരുത്തൻ കിടന്ന് അവകാശവാദം നടത്തുവാണ്, ഞാനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ. അതിന് തെളിവ് തരണം. ആർക്ക് വേണമെങ്കിലും അവകാശപ്പെടും. എന്തായാലും തകർത്ത് തരിപ്പണമാക്കി, എന്താ പറയുന്നത്, നിങ്ങൾ പറഞ്ഞ ബസ്റ്റർ, എന്താ ബസ്റ്റർ ബോംബ് അങ്ങ് ഇട്ട് കൊടുത്തു. ഇത് തന്നെയല്ലേ മറ്റേ എല്ലാ കാര്യത്തിലും ചെയ്ത്. മറ്റേ അതിനേക്കാൾ ഇന്നത്തെ ദേശാമ്മയുടെ മെയിൻ വാർത്ത എന്താണെന്നറിയോ? ഞാനിപ്പം മറക്കാതെ ദേശാമ്മനെ കാണും. ടെൻഷൻ മാറാനായി. ടെൻഷൻ ഒരു രസമാണ്, ചിരിക്കാൻ പറ്റും, രസമുണ്ട്. പണ്ട്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, അവസാന കാലത്ത് നമുക്ക് ദേശാഭിമാനി ഒരുപാട് ഗുണം ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രോപ്പർ പത്രമാണല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ജനയുഗമോ അല്ലെങ്കിൽ വീക്ഷണമോ പോലല്ല, പ്രോപ്പർ പത്രമാണ് വ്യവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല സോഴ്സ് ഉണ്ട്, റിപ്പോർട്ടർമാരുണ്ട്. അപ്പോൾ പല രേഖകളും ഇവർക്ക് കിട്ടുമായിരുന്നു. ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പലരും ഇവർക്ക് കൊടുക്കുമായിരുന്നു. അപ്പം നമുക്ക് ഒരുപാട് വാർത്തകൾ സോഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഈ ക്യാപ്സ്യൂൾ നിർമ്മാണം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ദേശാഭിമാനിയുടെ പ്രധാനപ്പെട്ട വാർത്ത, മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ ആരെന്ത് പോസ്റ്റ് ഇട്ടാലും അത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യണം. കണ്ടില്ലേ? അത് കൃത്യമായ മറുപടി അദ്ദേഹം കൊടുത്തു. എന്താ മറുപടി?
അദ്ദേഹം പറയാണ് ഞാൻ ഇതിനു വേണ്ടി വലിയ ആളാണെന്ന് ഇതിനകത്ത് സംസാരിച്ചത് ഈ മെറ്റയൊക്കെ ചെന്ന് തിരുത്തിക്കാൻ അദ്ദേഹം പറഞ്ഞു ഞാനിട്ട എൻ്റെ റിക്വസ്റ്റ് കഴിഞ്ഞ കുറേ മാസം കൊണ്ട് അവിടെ കിടക്കുന്നുണ്ട് അതിന് ഒരു മറുപടി ഇതിൻ്റെ അകത്ത് ഇവരിങ്ങനെ ചെയ്തിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇവർക്ക് മനസ്സിലാകാത്ത കാര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെയ്താലൊന്നും ഇവർ മൈൻഡ് ചെയ്യത്തില്ല മെറ്റ. പക്ഷെ ഒരു കേസെടുത്തിട്ട് പോലീസ് ചെയ്താൽ അവർ മാറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഈ നേരത്തെ പലതും മാറ്റി തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തല്ലോ ചോദിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന് ഈയിടയ്ക്ക് ഡൽഹിയിൽ സമരം നടന്നപ്പോൾ അതെ മാറ്റിയിട്ട് അവർ തിരിച്ചിട്ടില്ല. അല്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് ഈ പലരും മനസ്സിലാകാത്ത കാര്യം വെച്ചപ്പം നമ്മുടെ പല പോസ്റ്റുകളും ഇവർ നീക്കം ചെയ്തിരുന്നു. അതിന് കാരണം നമുക്കെതിരെ കേസെടുക്കും. ഈ കേസിൻ്റെ അടിസ്ഥാനത്ത് പോലീസ് മെറ്റയ്ക്ക് കത്തെഴുതിയാൽ അത് നിയമപാലകരെ കോടതി ഇവർ രണ്ടുപേരും പറഞ്ഞാൽ കേൾക്കും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞാൽ കേൾക്കും. അല്ലാതെ ഈ സംസ്ഥാന സർക്കാർ ഇവർ കേൾക്കത്തില്ല. എന്തിനേറെ ഇവിടെ ഉണ്ടാവുന്ന സൈബർ കേസുകളിൽ പലതും ഞാൻ സൈബർ പോലീസ് സ്റ്റേഷൻ സംസാരിച്ചു എനിക്ക് മനസ്സിലായ സൈബർ കേസുകൾ പലതിൻ്റെയും മൂല എവിഡൻസ് പറയുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റാണല്ലോ. അല്ലെങ്കിൽ ഈ കേസ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ അവരെ സർട്ടിഫൈ ചെയ്യണം. ഇവർ കത്തയക്കും, അവർ മറുപടി കൊടുക്കത്തില്ല. അവരതൊന്നും അവരുടെ ഒന്നാമത്തെ കാര്യം ഹ്യൂമൻ ബീയിങ്സ് കുറവാണ്. AI ആണല്ലോ ഇതിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്നത് നടക്കില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇത്രയും റിമൂവൽ കൂടാൻ കാരണം മെറ്റയും കേന്ദ്ര സർക്കാരും തമ്മിൽ ഉടക്കായി. മോദിയുടെ വീഡിയോ ആ സാഹചര്യത്തോടു കൂടി ഇവർ ഇത് സ്ട്രിക്റ്റ് ആക്കി. AI ആണല്ലോ ഇവർ ഈ പൊളിറ്റിക്കൽ വീഡിയോ എന്ന് പറയുന്ന സാധനം എടുക്കുമ്പോൾ അവർ പെട്ടെന്ന് അവർ തന്നെ അതാണ് ഇതിനകത്ത് അതായത് പിണറായി വിജയൻ ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ കൊടുത്തിരിക്കുന്ന റിമൂവൽ എന്ന് പറയുന്ന ആ വീഡിയോകൾ നോക്കുക. അതായത് ഒരു സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലൂടെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ മീഡിയ എത്തിക്സ് കോഡ് എന്ന് പറഞ്ഞ സാധനം 2023 അതിപ്പോൾ കർശനമായി നടപ്പിലാക്കിയത്. ആ നിയമം അനുസരിച്ച് കേന്ദ്ര സർക്കാർ റിക്വസ്റ്റ് ചെയ്താൽ പലതും നീക്കം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവർ സ്വയം എന്താണ് പറഞ്ഞത് ഈ മെറ്റ സെൻസർ ചെയ്യുക. അപ്പോൾ ഇതിനു വേണ്ടി അവരൊരു ടൂള് അവതരിപ്പിച്ചു. ടൂളാണ് സെൻസർ ചെയ്യുന്നത്, മനുഷ്യനല്ല. അപ്പം ഈ മെറ്റയെന്ന് എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഈ നിയമം ഉണ്ടല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ കോഡും ഡിജിറ്റൽ എത്തിക്സ് കോഡിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഒരു ടൂൾ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു. അപ്പം ഏത് പോസ്റ്റ് ഇട്ടാലും ഇതുമായി ചെക്ക് ചെയ്യും മെറ്റ. എന്നിട്ട് അവരെഴുതി കാണിക്കുന്നുണ്ട് ഈ ഡിജിറ്റൽ കോഡിന് യോജിക്കുന്നതാണ് എന്ന് ഓട്ടോമാറ്റിക്കലി മാറുന്നെന്ന് കാണിക്കും. പിണറായി വിജയൻ ഇട്ട പോസ്റ്റിനും സ്ക്രീൻ ഷോട്ട് മുഴുവനുണ്ട്. ഇതിന് VD സതീശനോട്ട് ഒരു ബന്ധവുമില്ല. മാത്രം നമ്മുടെ സാധാരണക്കാരെ ആൾക്ക് ഇതിന്റെ സാങ്കേതികമായ ഒരു കാര്യങ്ങളും ഒരു അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വിളിച്ചു പറയാം അഭിപ്രായ സ്വാതന്ത്ര്യം എന്തോരം നശിപ്പിച്ചു വരാൻ നമ്മുടെ പോസ്റ്റ് ഇടുന്നവർക്കെതിരെ കേസെടുക്കുക. നമ്മുടെ പേരിൽ എത്ര കേസാണ് എടുത്തിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നവരെ യൂട്യൂബ് വീഡിയോ എന്നവരെ അങ്ങനെ ചെയ്യുന്ന സകല കേസെടുത്തിട്ട് ഒരു ഭരണം പോയിട്ട് ഇപ്പോൾ ഇവരെല്ലാം കൂടെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷകരായ രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. അത് തകർത്ത് തരിപ്പണാക്കി കളഞ്ഞു. എനിക്ക് ആ വീഡിയോയുടെ ഒരു സ്ട്രാറ്റജി ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിനൊന്നും മിണ്ടാതിരിക്കും. ഈ വിവാദം ഉണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്ന ഈ ലഹരിയുടെ കേസ് വന്നപ്പോൾ ഇവർ ചോദിച്ചു എന്തുകൊണ്ട് മുഖ്യമന്ത്രി വാ തുറക്കുന്നില്ല. എന്നോടൊരാൾ ചോദിച്ചു. ഞാൻ ചോദിച്ചു വഴിയെ പോകുന്ന തെരുവുപട്ടികൾ പരിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ പറ്റുമോ? അത് പോട്ടെ, കഴിഞ്ഞ മുഖ്യമന്ത്രി മറുപടി പറയായിരുന്നു, പത്രസമ്മേളനം പങ്കെടുത്തത്. അതുപോട്ടെ ഇവിടെ പോലും ഒരു എവിഡൻസുമായിട്ട് വന്നിട്ടില്ല പറയേണ്ടത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് അയാളെ ലഹരി മരുന്നിൽ പിടിച്ചു എന്ന് ഇവർ പറയുമ്പോൾ ഇയാൾ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ് എന്നുള്ള ഒരു തെളിവും ഇവർ കൊണ്ടുവന്നിട്ടില്ല. ആ കൊണ്ടുവരേണ്ട ബാധ്യത ആരോ ഉന്നയിക്കുന്നില്ല. തെളിവ് ഹാജരാക്കേണ്ടത്. അപ്പം അതിങ്ങനെ ഇഗ്നോർ ചെയ്യുക, എന്നിട്ട് കൊടുക്കേണ്ട സമയത്ത് മർമ്മം തീർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ എല്ലാ ബുധനാഴ്ച രാവിലെ പറയായിരുന്നു, രാവിലെ 10 മണിക്ക് സമയത്ത് ഞങ്ങൾ ഈ ഫോക്കസ് ഔട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിപ്പോൾ വീഡിയോ സജഷൻ അവിടെ തകർക്കുന്ന സമയമായിരിക്കും. ഞങ്ങൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തിട്ട് പിന്നെ കുറച്ച് നേരം ഇത് കണ്ടു. അതേ 1, 2, 3, 4 ശരിക്കും പറഞ്ഞാലേ എല്ലാത്തിനും കൃത്യമായ മറുപടിയാണ്, രക്ഷയില്ല. എന്നിട്ട് ഈ ഇന്നത്തെ പത്രസമ്മേളനത്തിനകത്ത് ഇടയ്ക്ക് പിന്നെയും ചോദിക്കുകയാണ് ഈ ലഹരിയെക്കുറിച്ച്. കാരണം ഇവന്മാർ അതങ്ങ് തകർക്കാമെന്ന് ഓർത്തിരുന്നാണ്. അല്ല, പിടി സജഷൻ അവരെ രക്ഷിച്ചു എന്നാണെങ്കിൽ അതൊരു വാർത്തയാണ്. അതെ, രക്ഷിച്ചതല്ലല്ലോ, പിടിച്ച് തൂക്കിയെടുത്ത് അകത്താക്കിയില്ല. അതായത് ഇടത് ഭരണകാലത്ത് എക്കാലത്തും ഇത്തരം തോന്നിയാസങ്ങൾ കാണിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരിക്കലും പോലീസ് അറസ്റ്റ് ചെയ്യുക. ഇവൻ ഈ VD സതീശനുമായിട്ട് പേഴ്സണൽ ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ ഇവൻ കോർഡിനേറ്ററിന് അവകാശം, എന്നിട്ടും ഇവനെ പോലീസ് സംരക്ഷിച്ചിട്ടില്ല. അല്ല, അതാണ് എൻ്റെ കാര്യം. ഇവിടെ ആലപ്പുഴയിൽ സഖാവ് ഒരു ലോറി നിറയെ നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവല്ലോ. എന്തായി എന്നിട്ട് അത് ആലോചിച്ച് നോക്കി. അവിടെ ഈ ആലപ്പുഴ മുതൽ ഇവിടം വരെ നമ്മുടെ കായംകുളം വരെ, കരുനാഗപ്പള്ളി വരെയുള്ള
ഈ ലഹരി മറ്റേ ഈ പുകയില സാധനത്തിൻ്റെ മാഫിയ തലവനാണ്. അതെ, ഇത് എനിക്കൊരു ലോറിയുണ്ട്, അത് പലർക്കും വാടകയ്ക്ക് കൊടുക്കും, അത് അവർ കൊണ്ടുപോയതായിരിക്കും. എന്ത് ന്യായമാണ് ഈ പറയുന്നത്? ഒരു രക്ഷയില്ലാത്ത. ഇപ്പോൾ ഇവർ സജീശനായി നടത്തുന്ന എല്ലാ ആരോപണങ്ങളും തിരിഞ്ഞ് നേരെ അവർ വരെ കൊത്തുവോ ഒരു രക്ഷയില്ല. ഇപ്പോഴും ഇവർ നുണേശം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് കുറച്ച് പേര് അവിടുന്ന് ബഹളം വെക്കുന്നുണ്ടെങ്കിലും എല്ലാ വിഷയങ്ങളും തരിപ്പണമാക്കി സതീശന് പോകാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ ഉപചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ ചോദിക്കാൻ പറ്റുന്നില്ല, ഒരൊറ്റ മറുപടിയിൽ അങ്ങ് തീർക്കും. സതീശനൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, സതീശൻ പ്യുവർലി അക്കാഡമിക്കാണ്. പിന്നെ എനിക്ക് ആകപ്പാടെ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ പോലും ഈ 3 മാസത്തിനിടയിൽ ഇദ്ദേഹം ഉരുളിക്കുപ്പേര് വരെ മറുപടി പറയുന്നുണ്ട്. റുട്ടീൻ ഭരണം മുമ്പോട്ട് പോകുന്നതല്ലാതെ വ്യത്യസ്തമായി എന്തുവരെ ചെയ്തു എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ ഇത് ഈ ഒരു ആവേശം മധുവിധ കാലത്ത് ഓക്കെയാണ്. പക്ഷേ ഇത്തിരി കഴിയുമ്പോൾ ഇങ്ങനെ പോരാ, എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായി ചെയ്യണം. മന്ത്രിമാരുടെ ഓഫീസുകൾ പോലും ഇനിയും പൂർണ്ണമായി അവിടെ നിയമനങ്ങളൊന്നും ആയിട്ടില്ല. 3 മാസം കോർപ്പറേഷൻ ആയിട്ടില്ല, ക്യാബിനറ്റ് പദവികളായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇന്ന് ക്യാബിനറ്റ് പദവി സംബന്ധിച്ച് തീരുമാനമാകുമെന്നൊക്കെയാണ് പൊതു എന്ന് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം പത്രസമ്മേളനത്തൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇത് വളരെ വൈകി പോകുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. മാത്രമല്ല വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം, വ്യത്യസ്തമായി ചെയ്യാതെ അല്ല ഇതെല്ലാം ഞങ്ങൾ പിണറായി സർക്കാർ അത് ചെയ്തു ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ ഒരു കാര്യം തുടർച്ചയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ വെറൈറ്റി ഉള്ള കാര്യം കൊണ്ടുവരണം. എന്തായാലും ഈ പത്രസമ്മേളനത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം മെസ്സിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയാണ്. അതെ, വാസ്തവത്തിൽ മെസ്സിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനാണ് മറ്റവർ ശ്രമിച്ചത്. അവർ ഈ 2 കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഇല്ലേ? അപ്പോൾ മെസ്സിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു സർക്കാരിന് നഷ്ടമുണ്ടായിട്ടുണ്ട്, നഷ്ടം നികത്തും. അത് വളരെ വ്യക്തമാണ്. സർക്കാരിന് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പോൾ CPM-ന്റെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് സർക്കാരിന് എന്ത് നഷ്ടം എന്നുള്ളതാണ്. ഒന്ന്, സർക്കാരിന് നഷ്ടമുള്ളത് കൊണ്ടാണോ നമുക്കെതിരെ കേസെടുത്തത്? 100ഓളം കേസുകൾ നമുക്കെതിരെ പലപ്പോഴായിട്ട് എടുത്തു. സർക്കാരിന് നഷ്ടമുള്ളതുകൊണ്ടാണ് എടുത്തത്. സോളാർ കേസിന് സർക്കാർ നഷ്ടം ഉണ്ടായിട്ടില്ല. സമരം ചെയ്തില്ലേ ഇവർ? ഒരു സർക്കാരിനെ തന്നെ അട്ടിമറിച്ചത്. അപ്പോൾ ഈ ചോദ്യം തന്നെ സർക്കാരിന് എന്ത് നഷ്ടം എന്നുള്ള ചോദ്യം, സർക്കാരിന് നഷ്ടമില്ലെങ്കിൽ എന്ത് ക്രിമിനൽ പ്രവർത്തനം ചെയ്യാമെന്നാണോ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സർക്കാർ സംവിധാനത്തെ ദുരുപയോഗിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് നിയമവിരുദ്ധമായി ധനം സമ്പാദിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്താൽ അത് അഴിമതിയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം ഒരു തരത്തിലും ഈ ഇടപാടിൽ കക്ഷിയല്ലാത്ത ഇവിടുത്തെ കക്ഷികൾ ആരാണ്? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും അമേരിക്കയിലെ ഒരു കമ്പനിയുമാണ്, ടൂർ പ്രോഡ് എന്നൊക്കെ പറഞ്ഞൊരു കമ്പനിയാണ്. ഈ കമ്പനിയും തമ്മിൽ ആ കമ്പനി ഏതാണ്ട് 2500 കോടി രൂപ, നമ്മുടേത് 350 മില്യൺ എങ്ങാണ്ട് ഡോളർ ടാക്സ് വെട്ടി പടക്കമുള്ള കാര്യങ്ങളിൽ അവർ നടപടി നേരിടുന്നവരാണ്. FBI അന്വേഷണം നടക്കുകയാണ്. അങ്ങനെ നടക്കുന്ന 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിന് സാധുത നൽകാൻ വേണ്ടി സർക്കാർ ഇടനിലക്കാരൻ കളിച്ചു എന്നുള്ളതാണ് വിഷയം. സർക്കാരിന് ഇടനിലക്കാരാക്കി വളരെ അപൂർവ സംഭവങ്ങളിലൊന്നാണ്. സർക്കാർ ബന്ധമില്ല എന്ന് പറയുകയും ഇവിടുത്തെ ഒരു മന്ത്രി 2 ഉന്നത ഉദ്യോഗസ്ഥന്മാരും പോയില്ലേ സ്പെയിനിൽ. അത് മാത്രമല്ല, സർക്കാർ ഇടനില നിന്നു, സർക്കാർ അതിനുവേണ്ടി ഉത്തരവിറക്കി കൊടുത്തു. അങ്ങനെയാണ് ചെയ്തത്. അല്ലെങ്കിൽ സർക്കാർ ഇവർ പറഞ്ഞ് സ്പോൺസറാണെന്നാണല്ലോ പറയുന്നത്. അതെ, സ്പോൺസറുടെ പണി എന്താണ്? സ്പോൺസർ സർക്കാരിന് പണം കൊടുക്കുന്നു, സർക്കാർ പരിപാടി. ഓർഗനൈസർ ആരാണ് ഓർഗനൈസർ? എങ്ങനെയാണ് ഇവർ പറയുന്നത്? ഇപ്പോൾ ഇവർ പറയുന്നുണ്ട് AFIയും അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തമ്മിൽ എഗ്രിമെന്റ് വെച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതെങ്ങനെ ശരിയെന്ന്? റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എങ്ങനെയാണ് കേരള സർക്കാർ നടന്നൊരു പരിപാടിയുടെ എഗ്രിമെന്റ് വയ്ക്കാൻ പറ്റും? അതെങ്ങനെ ശരിയാവും? അതെങ്ങനെയാണ് ചെയ്യുന്നത്? സ്പോൺസർക്ക് ചെയ്യാൻ പറ്റുന്നത് സർക്കാരുമായിട്ട് എഗ്രിമെന്റ് വെക്കാം, നിങ്ങളുടെ പരിപാടി ഞങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നു. അത് തന്നെ ദുരൂഹമാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ 160 കോടിയും പ്ലസ് ബാക്കിയെല്ലാം കൂടി 222 കോടി GST എല്ലാം കൂടെ. ഈ 222 കോടി ഒരു ദിവസത്തെ പരിപാടിക്ക് സ്പോൺസർ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഒരു വലിപ്പം ഈ ചാനൽ. ഇതിന്റെ സോഴ്സ് ഏതാണ്? ഇത്രയും പണം ആ സോഴ്സൊക്കെ ഇപ്പം വരുന്നുണ്ട്. സ്വർണ്ണക്കടക്കാരെ മുഴുവൻ പിടിച്ചു, അവരെല്ലാം അവരുടേതായ രീതിയിൽ അവരെ മുഴുവൻ അവരുടേതാക്കി വെക്കാൻ പറഞ്ഞ് പിടിച്ചത്. അപ്പോൾ ഇത് മുഴുവൻ അടിച്ചു മാറ്റി. അപ്പോൾ ഇവിടെ വലിയ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എന്താ വെച്ചാൽ, എനിക്ക് പുതിയ വിവരങ്ങൾ ഓരോരുത്തർ നൽകി. അമേരിക്കയിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ നൽകി, ഓസ്ട്രേലിയയിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ നൽകി. ശനിയാഴ്ച ഒരാൾ നേരിട്ട് കണ്ട് കുറേ രേഖകൾ കൈമാറാമെന്ന് പറഞ്ഞു. അതായത് ഈ ഓസ്ട്രേലിയൻ ഫുട്ബോൾ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ കുറേ ആളുകൾ, ഫുട്ബോൾ അസോസിയേഷൻ അവിടെ ഉണ്ട്. ആ ഫുട്ബോൾ അസോസിയേഷനോട് ചേർന്ന് ഈ അർജന്റീൻ ഫുട്ബോളിന് ലോകരാഷ്ട്രങ്ങളിലുള്ള സ്വാധീനവും മെസ്സിയുടെ ബ്രാൻഡും ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. അല്ല, യഥാർത്ഥത്തിൽ അവരുടെ മൗനാനുവാദത്തോടു കൂടി കുറെ മാഫിയ സംഘമാണ്.
അപ്പോൾ ഇവരെന്ത് ചെയ്തു, അമേരിക്കയിലുള്ള ഈ ടൂർ എന്ന് പറയുന്ന ആ കമ്പനി, ഈ കമ്പനിയുമായിട്ട് ഒരു ധാരണയിലെത്തിയിട്ട് ഈ കമ്പനിയാണ് ആളുകളോട് പണം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെ ഇവരിലേക്ക് എത്തി? ഞാൻ ഇതിനകത്തൊരു വില്ലൻ കഥാപാത്രം വരാൻ പോകുന്ന ഒരു ബൈജു ആണ്. ഞാൻ ഒരു എഗ്രിമെൻറ്റ് കണ്ടു, ഞാനത് വെളിവിടാത്തതെന്നു വെച്ചാൽ എനിക്ക് ഇച്ചിരി ക്ലാരിറ്റി. ഒരു ബൈജു എന്ന് പറയുന്ന ഒരാളും ഈ ഇവരും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ എഗ്രിമെൻ്റ് ഒന്നും കാണിക്കുന്നത്. മലയാളി തന്നെ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഇവർ എഗ്രിമെൻ്റ് ഒന്നും വെളിയിൽ കാണിക്കാത്തത്? ഈ എഗ്രിമെൻറ്റിൻ്റെ ആരോടുള്ള എഗ്രിമെൻ്റ് എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട്. മാത്രമല്ല അവർ അപരിത സ്ത്രീ അധ്യാപിക എന്ന് മറ്റേ പറയുന്ന ഒരാളുമായിട്ട് അവർക്കാണ് ഇതിൻ്റെ എല്ലാം കോപ്പി പോയിരിക്കുന്നത്. ഏറ്റവും രസകരമായ സംഗതി അറിയാമോ? ഇവർ പറയുന്നത് ഇപ്പോൾ അവസാനം പറഞ്ഞത് എന്താണ്? ഈ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ട്രാൻസ്ലേറ്റർ എന്തിനാണ്? അവിടുത്തെ മേജർ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. സ്പാനിഷ് അവിടെ ആണെങ്കിലും എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. ലോകത്ത് നമ്മൾ എവിടെ പോയാലും അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാൻ 4 പേരെങ്കിലും അവിടെ കാണും. അല്ല, ഞാൻ പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ഇല്ല. ഉദാഹരണത്തിന് സ്വീഡനിലല്ല, ഫ്രാൻസിൽ ഇംഗ്ലീഷ് കുറവാണ്. നിങ്ങൾ പോർച്ചുഗൽ ഇംഗ്ലീഷ് എഴുതുന്ന ജർമ്മനിയിൽ ഇംഗ്ലീഷ് എഴുതുന്ന കുറവാണ്. ഫിൻലൻഡ് ഇംഗ്ലീഷ് എഴുതുന്ന കുറവാണ്. പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ സ്പെയിനിൽ ഇംഗ്ലീഷ് എഴുതുന്ന കുറവാണ്. പക്ഷേ അർജന്റീന ഇംഗ്ലീഷ് അറിയാം. എന്ന് മാത്രമല്ല, സ്പാനിഷ് അവിടെ ലാംഗ്വേജ് ആണെങ്കിലും ഇവർക്ക് എന്ത് സ്പാനിഷ് പശ്ചാത്തലമുള്ളത്? ഇവർ ട്രാൻസ്ലേറ്ററായിട്ട് പോയത് ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ലാത്ത ടീമാണ് പോയത്. ഈ മന്ത്രി 2 ഉന്നത ഉദ്യോഗസ്ഥന്മാരും പോയവർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഈ പൊന്നാനി കോളേജിലെ അധ്യാപികയുണ്ടല്ലോ, അവർക്ക് എന്ത് സ്പാനിഷ് പശ്ചാത്തലമുള്ളത്? അവർ ഇംഗ്ലീഷ് അധ്യാപികയാണ്. അപ്പോൾ അടിമുടി ദുരൂഹമാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അകത്ത് കണ്ടെത്തേണ്ടത് കുറേ കാര്യങ്ങൾ. ഒന്ന്, ഈ സർക്കാരിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, സർക്കാരിൻ്റെ ചട്ടങ്ങൾ മുന്നിൽ ലംഘിച്ചുകൊണ്ട് വലിയൊരു കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു. ഉറപ്പാണത്. ഈ കള്ളപ്പണ ഇടപാടിൻ്റെ ബെനഫാക്ടറീസ് ആരൊക്കെയാണ്? റിപ്പോർട്ടർ ചാനലിൽ ബെനഫാക്ടർ ഉണ്ട്. പിണറായി വിജയൻ ഉണ്ടായിരുന്നോ? അതോ മന്ത്രി അബ്ദുറഹ്മാൻ ഇയാൾക്ക് മാത്രമായിരുന്നു? അന്നത്തെ വേറെ ആളുകളുണ്ട്, അന്നത്തെ ചീഫ് സെക്രട്ടറി. അയാളാണ് ഇതിനെല്ലാം ആസൂത്രകൻ. അന്ന് VD സതീശൻ അധികാരത്തിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞ അപകടകാരിയാണെന്ന് പറഞ്ഞാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പം ഇവിടുത്തെ പ്രശ്നം വളരെ ഗൗരവമായ വിഷയം. ഞാൻ ഈ വിഷയം വിശദമായി പഠിച്ചതാണ്. അപ്പോൾ സർക്കാരിന് നിന്ന് നഷ്ടമുണ്ടായി എന്നുള്ള ചോദ്യമൊക്കെ മാറട്ടെ. ഇത് അടിമുടി കള്ളത്തരമായിരുന്നു. ഇതിനി നമ്മൾ പരിഗണിക്കേണ്ട കാര്യം ഇവരുടെ പശ്ചാത്തലമാണ്. അടിമുടി തട്ടിപ്പ് മാത്രം നടത്തുന്ന ടീംസാണ് ഇവന്മാർ. അവന്മാർക്ക് തട്ടിപ്പ് അറിയത്തുള്ളൂ. തട്ടിപ്പല്ല നടത്തുന്നത്. ഈ തട്ടിപ്പ് വ്യാവസായിക അടിസ്ഥാനത്തിൽ നടത്താനാണ് അവർ ചാനൽ തുടങ്ങിയത്, വേറെ ഒന്നിനുമല്ല. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വാർത്തയൊക്കെ പറയുമ്പോഴും കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന ഒന്നും സംഭവിക്കാൻ പോകുന്ന വിചാരം ജനങ്ങൾക്കുണ്ട്, ഇല്ലേ? അതെ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. ഈ സ്ഥിരം ആരോണം വരുന്ന മൂന്നിൻ്റെ വേറെ ഒരു പദം മറക്കും. പിണറായി വിജയനെക്കുറിച്ചും വീണ വിജയനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഇപ്പം പിടിയില്ല എന്നിട്ട് നമുക്ക് പോലും വാ തുറക്കാൻ വയ്യാതിരിക്കും. എന്തിയ വീണ എന്തിയ പിന്നെ കേൾക്കാനില്ലല്ലോ. അതെ, നമ്മൾ ഈ ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് അവസാനം അവർ നിരാശയാവുന്ന സാഹചര്യം ഉണ്ടാകുമ്പം ഇതിലും ജനങ്ങൾക്ക് പ്രതീക്ഷയില്ല. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷ കാര്യത്തിലുണ്ട്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, VD സതീശനും ഈ സർക്കാരിനും ഇവരെ ചെയ്യാൻ പറ്റുന്ന വിജിലൻസ് കേസ് മാത്രമാണ്. പക്ഷേ വിജിലൻസ് കേസിൽ ഇവർ പ്രൈവറ്റ് പാർട്ടികളാണ്. വിജിലൻസ് കാര്യത്തിൽ വിനയാവുന്നത് മന്ത്രിക്കാവാം, പൊതുപ്രവർത്തകനായിരുന്നു, മറ്റേ എന്തോ അയാളുടെ പേരനാ, ജയതിലക് ചീഫ് സെക്രട്ടറി ജയതിലകനാവാം, ചില ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്കാവാം. പ്രൈവറ്റ് പാർട്ടിയിന്മേൽ വിജിലൻസ് കേസ് അവരതിൻ്റെ ഭാഗമാണെന്നല്ലാതെ പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല. വിജിലൻസിന് പ്രൈവറ്റ് പാർട്ടിയുടെ കേസിൽ എടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗൗരവമേറിയ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് ഇവർ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നുള്ളതാണ്. വിദേശത്തേക്ക് പണം കടത്തുക. ഒന്ന്, എവിടുന്ന് സോഴ്സ്? ഈ 126 കോടി രൂപ എവിടുന്ന് വന്നു? അപ്പോൾ അവർ പറഞ്ഞ സ്പോൺസേഴ്സിനെ കണ്ട് ആ സ്പോൺസേഴ്സിനോട് കണ്ടെത്തി എല്ലാം പ്രോപ്പറാണോ, ടാക്സ് അടച്ചിട്ടുണ്ടോ, ഈ ഓരോ സ്പോൺസർ മേടിക്കുമ്പോൾ GST അടിച്ചിട്ടുണ്ടോ, ഓരോ ഇടപാട് GST അടിക്കണം. ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, അങ്ങനെ ഒരുപാട് പേരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ ഭാഗം, ഇവർ ഒരു സ്പോൺസർഷിപ്പ് ചെയ്തു. ഈ സ്പോൺസർഷിപ്പ് ഇവർക്ക് കിട്ടണം. ഇപ്പോൾ ഒരു 10 സ്വർണ്ണക്കടക്കാരനോട് 10 കോടി രൂപ വെച്ച് തരാൻ പറഞ്ഞു വെച്ചോളൂ, 100 കോടി രൂപ കിട്ടുള്ളൂ. അല്ലെ 16 പേരെന്ന് കൂട്ടെ, അപ്പോൾ 160 കോടി. ഈ 160 കോടി അവർക്ക് കിട്ടിയ സോഴ്സായി. പക്ഷേ ഈ 160 കോടിക്കും ബില്ല് ചെയ്ത് GST അടച്ചിട്ടുണ്ടോ? ആദ്യത്തെ കാര്യം. അത് ശരിയാണ്, അങ്ങനെ വകുപ്പുണ്ട്. എന്നിട്ട് ഇത് ലീഗലാവണം. എന്നിട്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്നിട്ട് ഈ പണം അവർ കൈമാറുമ്പോൾ കൃത്യമായ ഫെമ നിയമ ലംഘനം. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് അനുമതിയുണ്ട്. ആരുടെ അനുമതി? ഒന്നിനുമില്ല. ഇവർ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു, കായിക മന്ത്രാലയത്തിന് കത്തയച്ചു, ഞങ്ങൾ സംസ്ഥാന സർക്കാർ ഒരു പരിപാടി നടത്തുന്നു,
നടത്തിക്കൊള്ളാൻ അവർ അനുമതി കൊടുത്തു. സ്വാഭാവികം സംസ്ഥാനക്കാർ വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ അനുമതി വെച്ചുകൊണ്ട് റിസർവ് ബാങ്കിന് അവർ ഒരു അപേക്ഷ കൊടുത്തു, ഞങ്ങൾക്ക് പണം കൊടുക്കണം, കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഭെമ നിയമം പാലിക്കാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്കിൻ്റെ പെർമിഷൻ മാത്രം, റിസർവ് ബാങ്ക് അവർക്ക് കിട്ടിയ രേഖയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തോളാൻ പറഞ്ഞത്. കേരള സർക്കാരിന് ഇതുവരെ ബന്ധമില്ലാന്ന് ഒരു വശത്തോടെ പറയുകയും മറുവശത്തോടെ കേരള സർക്കാരിന്റെ പേരാണ് എല്ലാം പോയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്നിട്ട് ഇത് ആർക്ക് കൊടുത്തു? അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. കൊടുത്തത് ആരാണ്? ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഇവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനി അവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് 160 കോടി രൂപ കൊടുത്താൽ ഗൗരവമേറെ കുറ്റം. അതായത് ഇവിടെ ഇങ്ങോട്ട് വരുന്നതിന് പിന്നെയും ഇളവുണ്ട്, നമ്മളത് എന്തിനുപയോഗിക്കുന്നുള്ളതാണ്. അതെ. പക്ഷെ ഇവിടുന്ന് പോകുന്ന നമ്മുടെ വിദേശ നാണയം അങ്ങോട്ട് പോവുക. പക്ഷേ വിദേശത്ത് നമുക്ക് ഇങ്ങോട്ട് ഡോളറിൽ ഇങ്ങോട്ട് കിട്ടുക. ഈ ഡോളർ കിട്ടുമ്പോൾ നമ്മുടെ ഡോളർ വരവ് കൂടുന്നത് കൊണ്ട് നമ്മുടെ ഈ എക്സ്ചേഞ്ചിൽ നമുക്ക് അഡ്വാൻറ്റേജാണ്, ഫോറിൻ എക്സ്ചേഞ്ചിൽ. പക്ഷേ ഇവിടുത്തെ പണം വെളിയിലേക്ക് പോകുമ്പോൾ നമുക്ക് സമ്പദ് വ്യവസ്ഥയ്ക്ക് നഷ്ടമാണ്. അതുകൊണ്ട് സ്ട്രിക്റ്റ് റൂളാണ് നമ്മൾ പണം വെളിയിൽ കൊണ്ടുപോകുന്നത്. നമ്മളിപ്പം വിമാനത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു വിമാനയാത്ര മാക്സിമം രൂപ ഇത്രയും കൊണ്ടുപോകാൻ പറ്റുന്ന നിയമമുണ്ട്. അല്ലാതെ നമ്മുടെ ഇരിക്കുന്ന പോക്കറ്റിലാണ് കൂടെ നമ്മുടെ ഒറിജിനൽ പൈസ എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നിയമമുണ്ട്. അപ്പോൾ ഈ നിയമമൊന്നും പാലിക്കാതെ ഈ ഒരു 160 കോടി രൂപ അവർ മാറ്റിയെങ്കിൽ ഈ 160 കോടി രൂപ മാറ്റിയത് എന്തിനെ, ആർക്ക്, എങ്ങനെ ഗൗരവം. അപ്പോൾ ഇവിടെ ഈ കമ്പനിയെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. FBI അന്വേഷിക്കുകയാണ് ആ കമ്പനിയെക്കുറിച്ച്. അമേരിക്കൻ അവർ FBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ വലിയൊരു കള്ളപ്പണ ഇടപാട് മുഖ്യമന്ത്രിയും ഈ റിപ്പോർട്ടർ ചാനലും മന്ത്രി അബ്ദുൾ റഹ്മാനും എല്ലാം കൂടെ ചേർന്ന് നടത്തിയതായിരുന്നു ഇത്. അല്ല, ഇവരുടെ എല്ലാ നടപടികളിലും ദുരൂഹതയും ഇത്തരത്തിലുള്ള സംശയാസ്പദമായ ഒരുപാട് ഫണ്ടുള്ളതാണ്. ഇനി ഇതൊക്കെ പോട്ടെ. ഇപ്പം അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ധാരണയുണ്ടേ എന്ന് കാണുമ്പോൾ മെസ്സിയെ കുറിച്ചൊന്നും പറയുന്നുണ്ടോ? മെസ്സിയുടെ വേറെ മാനേജറാണ്, മെസ്സിയുടെ വേറെ ഡീലാണ്. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മെസ്സി വരത്തില്ല. ഇപ്പോൾ മലയാള സിനിമയിൽ തന്നെ ഒരു സിനിമാ നടൻ വിദേശത്ത് പ്രോഗ്രാമിന് പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ മാനേജരെ ബന്ധപ്പെടണ്ടേ? ഇത് അർജന്റീനൻ ഫുട്ബോൾ ടീം ഇന്ത്യൻ ഫുട്ബോൾ ടീമിനോട് മത്സരിക്കാനാണ് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനും തീരുമാനിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അർജന്റീൻ ടീം ഇവിടെ വരുന്നു, ഇന്ത്യൻ ടീമുമായിട്ട് മത്സരിക്കുന്നു, അവരുടെ ബാധ്യത ഉണ്ടാവും. പക്ഷേ പ്രതിഫലം കൊടുക്കണം. മെസ്സിയെ പോലെ ഓരോ മിനിറ്റിനും വിലയുള്ള ഒരാൾക്ക് ആര് പ്രതിഫലം കൊടുക്കും, എത്ര രൂപ എന്ന് തീരുമാനിക്കണം. ഈ മെസ്സിയായിട്ട് എന്തെങ്കിലും ചർച്ച എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ? ആരെങ്കിലും മെസ്സിയെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അർജന്റീന പോയിട്ടുണ്ടോ? ഒന്നുമില്ല. ഇവർ സ്പെയിനിലാണ് പോയത്. മെസ്സിയെ കണ്ടതായിട്ട് ആർക്കും ധാരണയില്ല. അപ്പം മെസ്സി ഇങ്ങനെ സംഭവം പോലും അറിഞ്ഞിട്ടില്ല. ഇവിടെ അർജന്റീനിയൻ ഫുട്ബോൾ ടീം വരുമെന്നുള്ളതല്ല, മെസ്സി വരുമെന്നുള്ളതാണ് ഇവിടുത്തെ. മെസ്സി എന്നിട്ട് കൽക്കട്ടയിൽ വരെയും ചെയ്ത്, കൽക്കട്ടയിൽ ഹൈദരാബാദിലും വന്നു. അപ്പോൾ അവർ പ്ലാൻ ചെയ്തതനുസരിച്ച് കാര്യങ്ങൾ നടന്നു. അവരുടെ പ്ലാനിലൊന്നും കേരളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൈദരാബാദിലും കൽക്കട്ടയിലും വരുന്നു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് കേരളത്തിലുള്ള കൊണ്ടുവരിക എന്ന വ്യാജ നറേറ്റീവ് സൃഷ്ടിച്ച് പണം പിടിച്ചതാണ്. എനിക്ക് തോന്നുന്നത് മെസ്സി വരാതിരിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർക്ക് മെസ്സി വരുന്ന ഫീൽ ഉണ്ടാക്കുന്നു, പൈസ മാറ്റുന്നു, ഈ പൈസ വെളുപ്പിച്ചെടുക്കുന്നു. വന്ന പൈസ കൊടുക്കണമല്ലോ. ആ വന്ന പൈസ കൊടുക്കണമല്ലോ. ഇത്രയും പേര് ചെലവ് വഹിക്കണം. 10 പേര് വരണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം വരാതിരിക്കും. ഇപ്പൊ ഒരു ഇന്റർനാഷണൽ ആർബിട്രേഷൻ കൊടുത്തെന്ന് പറഞ്ഞത് എവിടെ കോടതി? ലോ കോടതി ഹേഗിലുണ്ട്. അല്ല, ആർബിട്രേഷൻ ലണ്ടനിലുണ്ട്, വേറെ ഒരു രാജ്യത്തുണ്ട്. ഇംഗ്ലീഷ് ലോ അനുസരിച്ച് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ഉണ്ട്. അതല്ല, ആർബിട്രേഷൻ വേറെയാണ്. ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ആർബിട്രേഷൻ വേറെയാണ്. ലണ്ടനിലുണ്ട്, മറ്റൊരു രാജ്യത്തുണ്ട്. ഏത് ആർബിട്രേഷൻ കോടതി പറഞ്ഞിട്ടില്ല. 1. 2, ഈ ആർബിട്രേഷൻ കോടതി കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യത്തില്ല. അത് വലിയ ഫീസും പരിപാടികളൊക്കെ ഉണ്ട്. അല്ല, എളുപ്പത്തിൽ കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്കിടയിൽ പെട്ടെന്ന് പറയുന്നുണ്ട്, ഇത് നമ്മളെ തെളിവെടുത്ത് എല്ലാം തെളിവെടുത്ത് കാണിക്കട്ടെ എന്ന് പറയുമ്പോൾ മുതലാളി പറയുന്നുണ്ട്, അയ്യോ ഇപ്പൊ കാണിക്കാൻ ഇത് ലോ കോടതി കാണിക്കും. അപ്പോൾ ഈ ആർബിട്രേഷൻ കിടക്കുന്നത് ഇതിനകത്ത് ഈ ആർബിട്രേഷനൊക്കെ എന്തിനാണെന്നറിയോ? ഈ തട്ടിപ്പിന്റെ ഭാഗമാണ്. ഇപ്പൊ ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ആരോടെ? ഈ സ്പോൺസേഴ്സിന് പൈസ തിരിച്ചു കൊടുക്കണം. ഈ സ്വർണ്ണക്കട എവിടെ നിന്നാണ് ഇവർ സംഘടിപ്പിച്ച് ഇവർക്ക് തിരിച്ചു കൊടുക്കണമല്ലോ. ഇനിയിപ്പോൾ അടുത്ത ചീറ്റിംഗ്, ഇവരുടെ എക്കാലത്തെ പരിപാടി ചീറ്റിംഗ് ആണ്. ഇപ്പം മാംഗോ ഫോൺ എന്ന പേരിൽ വിവാദം ഉണ്ടായി. അവർ നിരവധി ആളുടെ പണം വാങ്ങി, ഇവർ തട്ടിച്ചു എന്ന് വാർത്ത വന്നു. പക്ഷേ ഇവർക്ക് പണം കൊടുത്തവരുടെ എല്ലാം പണം പോയി, മഞ്ഞളാംകുടിയാലി അടക്കം. ഇതേപോലെ തന്നെ ഇവിടെ യഥാർത്ഥ വിക്ടിംസ് എന്ന് പറയുന്നത് ഈ 160 കോടി ശേഖരിച്ച് അങ്ങോട്ട് കൊടുത്ത ആളുകളാണ്, സംഘടന പ്രസ്ഥാനക്കാരാണ്. അപ്പോൾ ഇവന്മാരെന്താ ചെയ്യുന്നത്? ഈ ആർബിട്രേഷൻ എന്നൊക്കെ ഭീഷണി ഉണ്ടാക്കി, അതുണ്ടാക്കി, പ്രശ്നം ഉണ്ടാക്കി, വടക്കാക്കി, തനിക്കാക്കുക, പണം തിരിച്ചു കിട്ടരുത്. ഇതൊരു കോടതി പോലും കേസ് ജയിക്കാനല്ല. എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ തോറ്റുപോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ കൊടുക്കാൻ പറ്റുമോ? അപ്പം ഇത് കള്ളപ്പണം വെളുപ്പിച്ചവരെടുത്തു. ആ പണം പല ചാനൽ, ഈ അമേരിക്കയിലെ കമ്പനിയുടെ പണി തന്നെ ഇതായിരുന്നു. അവരെ അർജന്റീനിയൻ ഫുട്ബോളിൻ്റെ ഇൻ്റർനാഷണൽ പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട്
ഇവർ പല രാജ്യങ്ങളിൽ നിന്നും കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പരിപാടി ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് അമേരിക്ക അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അമേരിക്കയിൽ സ്ഥിരമായി ചികിത്സയ്ക്ക് പോകുന്ന നമ്മുടെ നേതാക്കന്മാരുടെ ഒക്കെ യാത്രാ ഉണ്ട്. അപ്പോൾ ഈ അവിടെ വരുന്ന പണം അവിടെ നിന്ന് പല അക്കൗണ്ടുകളിലേക്ക് പോയി അവർക്ക് കമ്മീഷൻ കിട്ടും. ഈ പറയുന്ന ഇടപാട് നടത്തുന്നവർക്ക് 160 കോടിക്കകത്ത് അവർക്കൊരു 10-16 കോടി കിട്ടിയാൽ മതിയല്ലോ. ഒന്നും ചെയ്യാതെ പൈസ കിട്ടല്ലോ. ഒന്നാണ് ബാക്കി കോടികൾ ഇവരുടെ കയ്യിലേക്ക് തന്നെ വെളുത്ത് തിരിച്ചു വരും. ഇതാണ് പരിപാടി നടന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത് നിർണായകമായ റോള് കേന്ദ്ര സർക്കാരിനുള്ളത്. ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ വരുന്നത്. രാജീവ് ചന്ദ്രശേഖർ പറയുന്നു, ഇപ്പോൾ പത്രസമ്മേളനം നടത്തി, അതുപോലെ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പോസ്റ്റ് ഇട്ടു, ഞാൻ സംസാരിച്ചു. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞങ്ങൾ പൂട്ടാൻ അവർക്കേ പറ്റൂ, കേരള സർക്കാർ പറ്റില്ല. അപ്പം ഈ വലിയ തട്ടിപ്പ് ഇവരെ പിടിച്ച് അകത്തിടാൻ എത്രയും വേഗം അകത്തിടാൻ രാജീവ് ചന്ദ്രശേഖർ BJP കേന്ദ്രത്തിന് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവന്മാർ അടപടലം തീർന്നു, സമ്പൂർണ്ണമായി തീർന്നു എന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ സംസാരിച്ചൊരു ആത്മവിശ്വാസത്തിൽ പറയുന്നതാണ്. കാരണം ഇവർക്കെതിരെ EDക്ക് കേസെടുക്കാൻ സംസ്ഥാന പോലീസ് ഇതിൻ്റെ പേരിൽ വിജിലൻസ് കേസെടുക്കുന്നതിന് കാത്തിരിക്കേണ്ട. കാരണം ഇവർക്കെതിരെ സാമ്പത്തിക തട്ടിപ്പിന് നിരവധി കേസുണ്ട്, നേരത്തെ നിരവധി കേസ്. ആ ഏതെങ്കിലും കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊരു പുതിയ സാമ്പത്തിക ഇടപാടാണ് നടത്തി ഇവർക്കെതിരെ കേസെടുത്താൽ അടിമുടി തട്ടിപ്പാണ്. ഇവന്മാരെ പിടിച്ചുകൂട്ടി അകത്തിടാം, എന്ന് വേണമെങ്കിൽ അകത്തിടാം. എനിക്കിന്ന് കിട്ടിയൊരു സോഴ്സ് പറയുന്നത് 2 ആഴ്ചയ്ക്ക് ഇവന്മാരെ പിടിച്ച് അകത്തിടുന്നതാണ്. FIR ഇവന്മാർ ഇത് ഇടുന്നു, അപ്പോൾ അതിനെ പിടിച്ചിടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തട്ടിപ്പ് ഇതോടെ തീരും. മാത്രമല്ല കായിക ലോകത്ത് തന്നെ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപമാനമല്ലേ നമ്മൾ ദേശീയ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗതിയില്ലാത്തമാരാണെന്ന രീതിയിലേക്ക്. ഇന്ത്യ വല്ലതും അറിഞ്ഞോ? ഇവിടെ ഇവന്മാർക്കാരെ മലയാളം പത്രങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞല്ലേ ഉള്ളൂ. ആര് ഇന്ത്യ ഏത് ഇന്ത്യ അറിയാമെന്ന് നിങ്ങൾ പറയുന്നത്? മോദി അറിഞ്ഞോ? വേറെ ആരും അറിഞ്ഞു? ഇവിടെ കൊച്ചു മലയാളം ചാനലും പത്രങ്ങളും മെസ്സി പറഞ്ഞ് വെള്ളം വെച്ചാൽ അത് എന്നാ ഇന്ത്യ? ഇതൊക്കെ ചുമ്മാ ഉമാരുടെ അഭ്യാസമല്ലേ? ഇത് തട്ടിപ്പ്, ഒരു നാണക്കേടുമില്ല ഇവിടെ. നാണക്കേട് കാരണം ആരും അറിയാതെ നമ്മൾ മെസ്സി അറിഞ്ഞിട്ടില്ലാത്ത കാര്യമല്ലേ? മെസ്സി അറിഞ്ഞിട്ട് ഇത് രഹസ്യമായിട്ട് ഇടപാട് കേരള സർക്കാർ മുഴുവൻ തട്ടിപ്പ് സകലമാന തട്ടിപ്പുകൾക്കും കുടപിടിക്കുന്ന സർക്കാരായത് കാരണം അവർ ഇതിനും കുടപിടിച്ചു. GCയുടെ സ്റ്റേഡിയം വിട്ടുകൊടുത്തില്ലേ? അത് 72 കോടിയായി മുടക്കി നാം പറയുന്നത്. ആ ചെയർമാൻ GCയുടെ ചെയർമാൻ ചന്ദ്രൻപിള്ളയായിരുന്നു. എന്നിട്ട് അവൻ്റെ ആ ഞെളിഞ്ഞുള്ള പോലീസ് കമ്മീഷണർ ഞെളിഞ്ഞുള്ള നടപ്പുണ്ടല്ലോ ആ സമയത്ത്, അതാണ് സഹിക്കാൻ വയ്യാത്തത്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അർബുദമായിരുന്നു റിപ്പോർട്ടർ ചാനൽ. ഇപ്പോഴും ആത്മവിശ്വാസത്തിന്റെ കുറവില്ലല്ലോ, ഒരു ഉളുപ്പുമില്ലാതെ ചാനലിൽ വന്നിരുന്നോണ്ട് പറയുന്നത്. ഇന്നലെ ചർച്ചയിൽ കൂടെ ഇരിക്കുന്നത് ഇന്നലെ മൊട്ടയിലായിരുന്നു. ഇന്നലത്തെ ചർച്ചയിൽ ഈ അരുൺകുമാറിനോട് എനിക്ക് ഒരു ഉപദേശം തരാനുള്ളൊരു കാര്യം, സ്നേഹത്തോടെ ഈ അരുൺകുമാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടെന്ന് ഓർത്തിരുന്നതാണ്. വിവരക്കേടുകളൊക്കെ ഇടയ്ക്ക് വിളിച്ചു പറയും. അരുൺകുമാർ ചെയ്യുന്നത് മുഴുവൻ കൃത്യമായ അജണ്ടയുടെ പുറത്താണെങ്കിൽ പോലും അരുൺകുമാറിൻ്റെ ശേഷിയും അരുൺകുമാറിൻ്റെ ഒരു സ്വീകാര്യതയും എത്ര വെറുപ്പാണെങ്കിലും ഇഷ്ടമാണെങ്കിലും ഒരാൾക്കും ഈ കേരളത്തിലെ ചാനൽ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കിടയിലില്ല. അരുൺകുമാറിന് ഒരു സ്വീകാര്യതയുണ്ട്. പറയുന്നത് വിവരക്കേടാണെങ്കിലും ആളുകൾ കാണും, പറയുന്നത് നുണയാണെങ്കിലും ആളുകൾ കാണും. അതുകൊണ്ട് അരുൺകുമാറിൻ്റെ ആ വിപണി മൂല്യം ഇപ്പം മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദയവായി ഈ ഏടാകൂടത്തുനിന്ന് പുറത്ത് ചാടി ഏത് ചാനലിൽ പോയാലും അരുൺകുമാറിന് നല്ല പ്രതിഫലം കിട്ടും, ഉറപ്പാണ്. ഇവന്മാരെന്തായാലും അകത്താവും, ഈ ചാനൽ പൂട്ടിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. കാരണം അടിമുടി തട്ടിപ്പാണ്, ആരും സംരക്ഷിക്കില്ല. പലപ്പോഴും ഒരു ചാനലിനെതിരെ കേസുണ്ടാവുമ്പോൾ ഇപ്പം മീഡിയ വണ്ണിൻ്റെ കേസുണ്ടായി. മീഡിയ വണ്ണിൻ്റെ കേസ് സകല സമൂഹം ഒരുമിച്ച് നിന്ന് എന്തുകൊണ്ടാണ്? ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ അവർക്ക് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. അവർ വർഗീയത പറയുമായിട്ടും. പക്ഷേ ഈ ചാനലിനോട് ആർക്കും അനുഭവമില്ല. കാരണം നുണയാണ് പറയുന്നത്, ഇവർ തട്ടിപ്പുകാരാണ്. അതുകൊണ്ട് അരുൺ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടാൽ അരുണിന് നല്ലതാണ്. എന്തായാലും ഈ ഇവന്മാരകത്താവും, അരുൺ പൂട്ടിക്കെട്ടും. എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ കഴിഞ്ഞ 12-13 വർഷമായിട്ട് പോരാടുന്ന ഇവന്മാർക്കെതിരെ, ഈ മാംഗോ ഫോൺ തുടങ്ങിയ സമയം മുതൽ ഇവന്മാർക്കെതിരെ പോരാടുന്നതാണ്. അടിമുടി തട്ടിപ്പുകാരാണ്. കാരണം എത്രയോ കേസുകൾ നമ്മളും അവരും തമ്മിലുണ്ടെന്നറിയോ? എത്രയോ കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ തട്ടിപ്പുകാർ കീഴടങ്ങണം നമ്മൾ തീരുമാനിച്ചിരുന്നു. എന്നെ ഈ ആൻഡോ ആ മാംഗോ ഫോൺ സമയത്ത് പലതവണ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചതാണ്. ഇപ്പോഴല്ലേ ആൻഡോ സാറായത്. എന്തായാലും ഇന്നലത്തെ രാത്രി ചർച്ചയിലും അധികം പേര് കൂടെ ഇരിക്കുന്ന അധികം സംസാരിക്കുന്നില്ല. അവർ ഒരു മോള് ശരി അങ്ങനെ എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. ഞാൻ ഈ മാധുവിനോട് പറഞ്ഞതാണ്. ഈ മാധുവിന് ഇറങ്ങാൻ നേരത്ത് മാധുവിനോട് ഞാൻ പറഞ്ഞു, മാധു വിവരക്കേട് കാണിക്കരുത്, ഇന്നല്ലെങ്കിൽ നാളെ ഇവന്മാർക്കിട്ട് പണി കിട്ടും, തട്ടിപ്പാണ്, വലിയ പ്രതിഫലം വാഗ്ദാനം നൽകി. ഞാൻ പറഞ്ഞു ഒരിക്കലും പോകരുത് ഞാൻ പറഞ്ഞു. പക്ഷേ മാധു പോയി പണി ചോദിച്ചു. പിന്നെ മാധുവിന് ഡിമാൻഡുണ്ട്, മാധുവിനൊക്കെ തിരിച്ചെടുത്തോളും. മാതൃഭൂമിയിൽ ഇറങ്ങിയതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടും. എന്തായാലും റിപ്പോർട്ടർ ചാനലിൻ്റെ സമ്പൂർണ്ണമായ പരാജയം അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഏറെ വൈകാതെ ഈ സ്ഥാപനം പൂട്ടിക്കെട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന സാഹചര്യമുണ്ട്. കേരളത്തിൻ്റെ ഒരു വലിയ ആവശ്യമായിരുന്നു ഈ വലിയ ദുഷ്ടശക്തി ഇല്ലാതാവുക എന്നത്. ഇവന്മാരകത്താവും, ഈ ചാനൽ പൂട്ടുമെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല.
കേന്ദ്ര സർക്കാർ വേണ്ടതുപോലെ ചെയ്താൽ ചെയ്യുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. ചെയ്താൽ ഉറപ്പായും ഇവന്മാരുടെ ഈ ഈ ഈ ഈ സാമൂഹ്യ മാലിന്യം ഇല്ലാതാകുന്ന ദിവസവും എത്രയും വേഗം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.